Hi, we have Mohammed Musawir, the founder of 6 AM Club with us. Welcome, sir. Thank you so much. How do you feel about the RAC event? ആദ്യം വിളിച്ച സമയത്ത് ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ബട്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് എന്നുള്ളത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഭയങ്കര ബിഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നടക്കുന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ വന്നപ്പോഴാണ് വാട്ട്സ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. മേ ബി ഒരു 3 months ഇടക്കാണ് ഞാൻ കൂടുതലായിട്ട് ഈ റോയൽ അസറ്റ്സിനെ പറ്റി കേട്ടോണ്ടിരിക്കുന്നത്. റീസെന്റ് ഞാൻ JCIയുടെ പാട്ടാണ്, ജൂനിയർ ചാമ്പ്യൻ ഇന്റർനാഷണൽ പാട്ടാണ്. അപ്പൊ അതിനൊരു ഇവന്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ റോയൽ അസറ്റ്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായി, ഇവരുടെ ഹോൾഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നാണ് റോയൽ അസറ്റ്സ് എന്താണെന്ന് മനസ്സിലായത്. ഇവിടെ വന്ന സമയത്ത് ഇവരുടെ ഈ ലോഗോ കണ്ട സമയത്ത് തന്നെ ലൈക്ക് ദർ ഇസ് സംതിങ് ഹ്യൂജ് ദേ പ്ലാനിങ് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഭയങ്കര വിഷണറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇവരുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാണ്ട് പോകണം. ഭയങ്കര വിഷണറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ്, ഞാനൊരു സ്റ്റാർട്ടപ്പ് ഓണറാണ്. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തില് സംതിങ് ബിഗ് ഈ ഒരു റോയൽ അസറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ റാക്കും JCIയും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന യങ് ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 organizations ആണ്. Exactly, yeah. So when you come here and see these young entrepreneurs, you see yourself in them, right? അങ്ങനെ you also started this 6 AM Club. അത് കുറെ 4 വർഷം മുന്നേ ഒറ്റയ്ക്ക് തുടങ്ങി. ഇപ്പൊ അതൊരു വലിയ ബ്രാൻഡ് ആക്കി. യു ഹാവ് 2, മലപ്പുറം ഉണ്ട്, കോഴിക്കോട്. സോ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എവിടെയാണ് കിട്ടിയത്? ആക്ച്വലി എനിക്ക് 9 to 5 വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ലേറ്ററാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 24 hour നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. പക്ഷെ ഞാൻ റിയൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പാഷനെ എനിക്ക് എൻ്റെ ഒരു ഇൻകം ജനറേറ്റിംഗ് മെത്തേഡ് ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ വൺസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ വഴിയൊന്നുമില്ല, എനിക്ക് പൈസ വേണമായിരുന്നു, ജീവിക്കണമെങ്കിൽ പൈസ വേണമല്ലോ. അങ്ങനെ PG പഠിച്ചതിന് ശേഷം ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ അതിന് ശേഷം വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സെർട്ടൺ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെച്ച് സേവ് ചെയ്ത് വെച്ചു. അങ്ങനെ അവിടുന്ന് റിസൈൻ ലെറ്റർ ഇട്ടു. ആ റിസൈൻ ലെറ്റർ ഇട്ട് അതിന്റെ 3 days മുന്നേ, ഇറങ്ങുന്നതിന് 3 days മുന്നേ എന്റെ 6 AM Club ഇനാഗുറേഷൻ ഞാൻ കഴിച്ചു. അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. ലൈക്ക് അങ്ങനെ തുടങ്ങിയതാ. ലൈക്ക് എപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു വേഗ് പിക്ചർ ഉണ്ടാവും. അത് എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയില്ല. ഓക്കെ, എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുക. ഹോപ്പിലാണ് നമ്മൾ ഇറങ്ങുക. ആ ഹോപ്പില് ഐ സക്സീഡഡ്. ദാറ്റ്സ് ഇറ്റ്. പലരും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനാണ് അവർക്കൊരു ബ്ലോക്ക് ഉണ്ടാവുന്ന അവിടെയാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം റിസോഴ്സസിന് കാത്തിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് മൊമെന്റിന് കാത്തിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഐഡിയ, നല്ലൊരു ഐഡിയ ഉള്ള ഓൺടർപ്രണേഴ്സിലെ ബെസ്റ്റ് ചാൻസ് ആണിത്. സോ വാട്ട് യു ഹാവ് ടു സേ ടു ദം? ഓക്കെ, അപ്പൊ ആക്ച്വലി എന്ത് ഐഡിയ ഉണ്ടെങ്കിലും, എത്ര വലിയ ഐഡിയ ആണെങ്കിൽ എത്ര ചെറിയ ഐഡിയ ആണെങ്കിലും, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഐഡിയ, ഇറ്റ്സ് അബൌട്ട് ഹൗ വി സ്റ്റാർട്ട്, വെൻ വി സ്റ്റാർട്ട് എന്നുള്ളതാണ്. നമ്മളത് വലിയൊരു ഐഡിയ ഉണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 5-10 വർഷം മൈൻഡിൽ വെച്ചിട്ട് കാര്യമല്ല. ജസ്റ്റ് ടേക്ക് ദ ആക്ഷൻ ടുഡേ. സംതിങ്, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ. പാത്ത് തെളിഞ്ഞു വരും. അപ്പൊ ഒരിക്കലും അത് വെച്ചിരിക്കരുത്, സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ പുതിയ വിഷൻസ് ഒക്കെ റീഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ ലൈക്ക് അതിലേക്ക് പുതിയ വരുന്ന ഐഡിയാസിന് കൂടുതൽ ഫണ്ട് ചെയ്തിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതിനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് സംരംഭങ്ങളെ വളർത്തി കൊണ്ടുവരണം എന്ന് ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ അതൊരു വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ഗസ്റ്റ് ഏകദേശം എല്ലാ ആളുകളും 0 തുടങ്ങി നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് സംതിങ് ഇതിൽ എത്തിയുള്ള ആളുകളാണ് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ സോ പ്രൗഡ് ടു സീ. കോഴിക്കോട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അതും 0 സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് എവിടേക്കും എത്തിയിട്ടുള്ള സംതിങ് ലൈക്ക് ഒരു പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളോട്. അത് സോ ഹാപ്പി. ലൈക്ക് നമുക്ക് സ്വന്തം നാട്ടിൽ തന്നെ ഇൻസ്പിറേഷൻ ആവാൻ കുറെ ആൾക്കാരുള്ളത്. It's good, le? Exactly. And you guys choose that. Really appreciate. നമ്മുടെ എക്കോസിസ്റ്റം നമ്മൾ ചൂസ് ചെയ്യുന്നതാണല്ലോ. സോ whoever we look up to, അങ്ങനത്തെ നല്ല ആൾക്കാരെ സറൗണ്ട് ചെയ്താൽ, ഒരു വിഷനുള്ള ആൾക്കാരെ സറൗണ്ട്, I think it will reach somewhere. Exactly. ഇന്നിവിടെ വന്നിട്ടുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. മേ ബി ഈ ഒരു വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കോഴിക്കോട് ഇങ്ങനെയുള്ള ഒരു സംരംഭം വീണ്ടും വരുന്നുണ്ട്. ഓൾറെഡി ഉള്ളത് തന്നെയാണ്. ലൈക്ക് അത് വേറെയുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ് റോയൽ അസറ്റ്സ് ഗ്രൂപ്പ്. So 6 AM is a calisthenics park, right? So അതിലേക്ക് കാലിസ്തനിക്സിലേക്ക് എങ്ങനെ എത്തി? അതൊരു ബിസിനസ് ആക്കാനുള്ള ഐഡിയ എങ്ങനെ കിട്ടി? ഓക്കെ, അപ്പോൾ മോർ ദാൻ എ ബിസിനസ് എന്നെ തുടക്കത്തിൽ കൺസേൺ ചെയ്യിച്ചൊരു ഫാക്ടർ എന്ന് വെച്ചാൽ എൻ്റെ ഇത്താത്ത കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ താത്തക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് താത്തങ്ങ് തല കുത്തനൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ചോദിക്കും ഇതെന്തിനാ ചെയ്യുന്നതെന്ന്. അപ്പം വെയിറ്റ് ലോസ് ചെയ്യാനാണെന്ന് പറയും, തടി കുറയ്ക്കാനാന്ന് പറയും. അപ്പോൾ ഞാനെ പറ്റി പഠിച്ച സമയത്താണ് താത്ത ചെയ്യുന്നത് മണ്ടത്തരാന്ന് എനിക്ക് മനസ്സിലായത്. 1 minute തല കുത്തനൊക്കെ പറഞ്ഞു. അപ്പോൾ
എവിടുന്ന് സ്കൂളിംഗിൽ നമുക്ക് എവിടെയും ഫിറ്റ്നസിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. സ്കൂൾ സിസ്റ്റത്തിൽ എവിടെ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല. സോ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് വാട്സ്ആപ്പ് നോളജും യൂട്യൂബിലുള്ള നോളജും ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ നിന്ന് ഷോർട്സിൽ നോളജും മാത്രമാണ് ഉള്ളത്. അതിലാണ് മില്യൺസ് ഓഫ് ഡാറ്റ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെയോ ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി നമ്മൾ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് തപ്പി പോകുന്നത്. അപ്പൊ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. നമുക്ക് വേണ്ടാത്ത സാധനം നമ്മൾ ചെയ്താൽ നമുക്ക് ബോഡിക്ക് അത് നെഗറ്റീവ് ആണ്. ചിലപ്പം കഴുത്ത് പൊട്ടും താത്തയുടെ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ടെൻസ്ഡ് ആയി താത്തയുടെ കാര്യത്തിൽ. അങ്ങനെ അതിനെപ്പറ്റി പഠിച്ച് താത്തനെ ഞാൻ ആദ്യം കുറച്ച് ഗൈഡ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നോക്കിയ സമയത്ത് എന്റെ അമ്മായിമാരും ഫാമിലിയിലുള്ള ഫ്രണ്ട്സിലുള്ള ആളുകളൊക്കെ ചപ്പിയായിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ സ്റ്റാർട്ടഡ് ഫ്രം ദർ. റൈറ്റ് നൗ ഏകദേശം ഒരു 30 കൺട്രീസിൽ ഒരു 30,000 ആളുകളെ നമ്മൾ ഇതുവരെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പം ആ ഒരു ജേർണി ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫാമിലി ലോകം മുഴുവൻ. എക്സാക്ട്ലി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. That's an inspiring journey. Yeah, thank you. Thank you so much. Yeah, thank you.